രണ്ടും ഒരുമിച്ച് കാണാൻ പാടില്ല. കൂട്ടി കഴിഞ്ഞ് വന്നവർ കോഴി കൊടുക്കണം. അങ്ങനെയാണ് അതിന്റെ കണക്ക്. രണ്ടെണ്ണത്തിൽ കെട്ടണതിന് ഒരെണ്ണത്തിൽ കെട്ടിയാ പോരെ? പണിയാക്കും വെച്ചാ കുത്തും. ഈ മൂക്കുമ്പോ ഒരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് നല്ല ടൈറ്റിൽ വലിച്ചു കെട്ടിയേക്കണ എന്തിനെങ്ങനെ? അല്ലെങ്കിൽ അടുത്തേക്ക് ചെല്ലാനേക്കൂല. എങ്ങനെ അടുത്തേക്ക് ചെല്ലാനേക്കൂലേ? ചെല്ലാൻ പറ്റില്ല നമുക്കല്ലേ. ഇവനെ കണ്ടിട്ട് ഒരു പാവായിട്ട് തോന്നുന്നുണ്ടല്ലോ. അടുത്തേക്ക് പോയാലും അറിയാൻ പറ്റുമല്ലോ. ലൈഫാക്ക് ഒന്ന് അടുത്തൊന്ന് നോക്കി. അവിടെ പോയി നാട് വിളിച്ചു നോക്കി, അപ്പൊ അവിടെ വരും. ഞാൻ ഇങ്ങോട്ട് വിളിച്ചാ മതി. അങ്ങോട്ട് വാ. അവന് വല്ല പേരുണ്ടാ? പേരൊന്നുമില്ല. ലേസർ ഇങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കി അങ്ങോട്ട് വരും. വാ. നിങ്ങൾ അറിയാത്തോണ്ട് പേരും അറിയില്ല. വാ. എന്നാ വിളിച്ചോക്കട്ടെ, മച്ചാൻ വിളിച്ചോക്കട്ടെ. മച്ചാന്റെ പേര് ജാഫർ എന്നല്ലേ? വിളിച്ചാ വരാ. അൻസറിനൊക്കെ ഉണ്ടല്ലേ? അത് ശരി. ഇതിന് നമ്മൾ ചെറുപ്പത്തിൽ വാങ്ങിക്കണയാണോ അത് വലുതാവും വാങ്ങിക്കില്ല? അതിപ്പോ ഒരു മാസമായിട്ടുള്ളൂ വാങ്ങിച്ചിട്ട്. മലബാർ മേഖലയിൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് കാളപ്പൂട്ട്. ആ കാളപ്പൂട്ടിന് ഉപയോഗിക്കുന്ന ജല്ലിക്കെട്ട് കാള എന്നൊക്കെ നമ്മൾ തമിഴ്നാട് പറയൂലേ, മലബാർ മേഖലയിലെ ഒരു കാളപ്പൂട്ട് കാളയാണ്. ഭയങ്കര വിലയാണ്. ഈ കാളയുടെ വില ഏകദേശം എന്ത് വില വരും? 2 ലക്ഷം രൂപ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. 2 ലക്ഷം രൂപ പറഞ്ഞിട്ട് ഈ നിൽക്കുന്ന കാള കൊടുത്തില്ല. ഇതേപോലത്തെ ഒരു കാളേനെ നമ്മൾ മാർക്കറ്റിൽ ഈ തൂക്കത്തിന് വാങ്ങിക്കുകയാണെങ്കിൽ എത്ര? അത് കുറഞ്ഞ വില കിട്ടും, കുറഞ്ഞ പൈസ മാർക്കറ്റിൽ. പിന്നെ ഇതിന് മാത്രം ഇത്ര വില പറഞ്ഞ എന്താ? കാരണം ഓടിന കന്നിന് വില കൂടുതലാണ്. മത്സരത്തിന് പങ്കെടുക്കും. ഇത് കപ്പൊക്കെ അടിച്ചിട്ടുണ്ട്? കപ്പടിച്ചിട്ടുണ്ട്. എത്ര കപ്പടിച്ചിട്ടുണ്ട്? ഇപ്പൊ എത്ര കപ്പടിച്ചു നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾക്കും പിന്നെ ഇത് 13 വന്നിട്ടുണ്ട്. സെക്കൻഡ് മില്ലി അതിന് വ്യത്യാസത്തിനൊക്കെ കപ്പടിക്കുന്നത് അല്ലേ? കപ്പ് പോയതാണ്. കപ്പടിക്കും തോറും ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങൾ ഇവിടെ ഒളകര കൊണ്ടുപോയി പൂട്ടിയപ്പോ 13,700 കാളിമൂരി പോയി. അത്ര നിങ്ങൾക്ക് ഈ കാളപ്പൂട്ടിനോട് ഭയങ്കര ക്രൈസ് ആണ് മലപ്പുറക്കാർക്കല്ല, ഞങ്ങൾക്ക് പിന്നെ ഇത് കുടുംബത്താവച്ചാണ്. കുടുംബപരമായിട്ട് മാപ്പിള്ള കാലത്തെ വല്യാപ്പിള്ള കാലത്തെ മൂരാളുണ്ട്. പിന്നെ ഇപ്പൊ അങ്ങനെ പിന്നെ ഇതിന് പോയി കഴിഞ്ഞാൽ വലിയൊരു തുക കിട്ടുമോ? മത്സരത്തിന് പങ്കെടുത്ത് കഴിഞ്ഞാൽ വലിയ ഇതിന് പോയി കഴിഞ്ഞാൽ നല്ല തുക പോയി കിട്ടും. കയ്യിന്ന് പോയി കിട്ടും. എന്നിട്ടും നിങ്ങൾ ഇതിന് പങ്കെടുക്കാൻ കാരണം കിട്ടല് ലോട്ടറി കിട്ടുന്ന മാതിരിക്കാണ്. ലോട്ടറി ആർക്കാ കിട്ടുക? 1-2 ആൾക്ക്. എന്നിട്ടും നിങ്ങൾ ഇത്ര കാശ് മുടക്കി ഇത്ര സമയം ചെലവഴിച്ച് ഇതിന് ഏകദേശം ഒരു ദിവസം എന്ത് ചെലവ് വരും? ഇതിന് നല്ല ചെലവ് വരും. നമ്മൾ മുതലൊക്കെ കൊടുത്ത് നിർത്തുകയാണെങ്കിൽ എങ്ങനെയാലും കാളി മൂരി കൂടി നിർത്തുമ്പോൾ 600-500 റുപ്യ ചെലവ് വരും ഈ സാധനത്തിന്. നോക്കണെങ്കിൽ നമ്മളെ ചെലവ് നമ്മളെ നയിപ്പ് കൂടാതെ, കാരണം നമ്മൾ പുല്ല് കൊടുക്കണം, പൈക്കൂലി കൊടുക്കണം, ഇത് കൂടാതെ 600 രൂപ പൈസ ചെലവ്. ഇത്രയും ചെലവാക്കി നിൽക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ, നമ്മളെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് മാത്രമായിട്ടേ കഴിയുള്ളൂ. ഇത് നമ്മളെ ഇൻട്രസ്റ്റ് മാത്രം. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ, കാളപ്പൂട്ട് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഒരു എന്താ അതിനെ പറയാ? കാളപ്പൂട്ട് എന്ന് പറഞ്ഞാ ഒരു ലഹരിയാണ്. ഈ ലഹരിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു ലഹരി വയ്ക്കാനില്ല. ഒന്നും മത്സരമില്ല. കാളപ്പൂട്ടും ഫുട്ബോളും ഉണ്ടെങ്കിലാണ് മലപ്പുറം ഉള്ളൂ. അത് സത്യല്ലേ? ഇപ്പൊ വയസ്സ് 70 കാണണം. 68, 69, 70 കാണണം. ഇപ്പോഴും കുതിരേനെ ഓടിക്കും 60 കിലോമീറ്റർ സ്പീഡില്. വാപ്പ ഓടിക്കൂലേ? അപ്പൊ നിങ്ങൾ പറയൂലേ വാപ്പാനോട്, ഓടിക്കില്ല വാപ്പ, 60 വയസ്സായി വീട്ടിൽ ഇരിക്കുന്നു, കുഴപ്പമില്ല, നമ്മള് റെഡിയാണ്, വാപ്പ ഓടിച്ചോട്ടെ. അപ്പൊ അവിടെ ആരോഗ്യം ആയുസൊക്കെ പഠിച്ചു നീട്ടി കൊടുക്കട്ടെ. എന്തായാലും ഇതിന് എന്തൊക്കെ തിന്നാൻ കൊടുക്കണം? തീറ്റ കൊടുക്കണം, മുതിര കൊടുക്കണം. പിന്നെ കാര്യമായിട്ട് മുതിര തന്നെ. പിന്നെ പുല്ല് വൈക്കോല്, പിന്നെ കോഴി കൊടുക്കണം. കോഴി എന്ന് പറഞ്ഞാൽ കോഴി നമ്മള് നാടൻ കോഴി കൊടുക്കണം. നല്ല ചിക്കൻ. ചിക്കൻ എങ്ങനെ കൊടുക്കും? അത് ചിക്കൻ ഇടിച്ചിട്ട് കൊടുക്കും. അത് എന്തിലിട്ട് കൊടുക്കും? അത് മരുന്ന് കൂട്ടി കൊടുക്കും. ഇത് കഴിച്ചോളും. ഇത് കഴിക്കുന്നവരും ആരോഗ്യം കൂടും. ആരോഗ്യം ഉണ്ടാവണം. ഒരു പൂട്ടി കഴിഞ്ഞ് വന്നവർ കോഴി കൊടുക്കണം. അങ്ങനെയാണ് അതിന്റെ കണക്ക്. ഒരു കോഴിയൊക്കെ അങ്ങനെ തന്നെ അടിച്ചോളൂ. ഒരു കോഴി കാളി മൂരിയില്ലേ, എങ്ങനെ മരുന്ന് കൂട്ടിയാ കൊടുക്കാം. അൽഫാം അടിക്കുന്ന കാളയാണ്. ആ ഇരിക്കുന്നത് പൂട്ടുകാരനാണോ? അല്ല, അതൊക്കെ നമ്മളെ പേരക്കുട്ടിയാണോ? പേരക്കുട്ടിയാണ്. അവനെങ്ങനെ ഇതിനോടൊക്കെ? എല്ലാവർക്കും കമ്പ, ഞങ്ങൾ എല്ലാവർക്കും കമ്പാ, ഫാമിലി അടക്കം കമ്പാണ്. എത്ര നിലവില് നമ്മുടെ ഇതിൽ ഇവിടെ ഇപ്പൊ 4 ഉണ്ട്. 4 വിലയുള്ള ഐറ്റാണ് നിൽക്കുന്നത്. അപ്പൊ 4നും കൂടെ നല്ലൊരു തുക ഡെയിലി ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ജോലിക്ക് പോണ കാശ് ഇതിനും കൂടെ കൂടിയുള്ളതാണ്. ഉറപ്പാണ്. നമ്മളെ കുട്ടികൾക്കും കാളയും മൂരി അതേമാതിരി ഭംഗിയായിട്ട് നിൽക്കണം. നമ്മുടെ മുറ്റത്ത് കാള ഉണ്ടാവും, ഒരു മൂരി ഉണ്ടാവും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? കാള മണി പൊട്ടിച്ചിട്ടുണ്ടാവില്ല.
ഉടച്ചിട്ടുണ്ടാവും. ഉടച്ചിട്ടുണ്ടോ? മൂരിയുടെ ഉടച്ചിട്ടുണ്ടാവൂല. ഊരിന്റെ ഉടച്ചു. മൂരിനെ ഉടച്ചും കാളയുടെ ഉടച്ചിട്ടുണ്ടാവും. ഉടച്ചിട്ടുണ്ടോ? അപ്പൊ ഈ കാളക്ക് ശൗര്യം കൂടൂലേ? കൂടും. അതിനപ്പോ ഇതിങ്ങനെ 2 കാളെ കെട്ടി പിടിച്ചിട്ട്. അതെന്തിനാ മൂരിയും കാളയും തമ്മിൽ വയ്ക്കുന്നത്? 2 കാളയാക്കിയാ പോരാ, അല്ലെങ്കിൽ 2 മൂരി ആക്കിയാ പോരാ? 2 കാളയും അങ്ങനെ ആക്കയില്ല. 2 മൂരി ഊർച്ച മത്സരം മരടി മത്സരത്തിന് 2 മൂരി വെക്കല്. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. ഇത് കാളകൂട്ടിന് ഒരു കാളി ഒരു മൂരി വെക്കും. ഇതിന്റെ പവർ നിങ്ങൾ അറിയണേ? ഇതിന്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. ഇതിലെ ലക്ഷണം വെച്ചാൽ ഇത് നമ്മൾ ഇങ്ങനെ പലതും ഇതിങ്ങനെ നമ്മൾ കണ്ട് പരിചയം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലാവും. കുളമ്പൊക്കെ ഇത് വെട്ടി നിർത്തിയേക്കണേണോ? അതിനും ചെലവുണ്ട്. അതിന് ചെലവുണ്ട്. ഈ റിങ് ഇടുന്ന നല്ല ബുദ്ധിമുട്ടുള്ള പിടിച്ച പണിയാണ്. ഇല്ല, ഇതിനും വില ഉണ്ട്. പക്ഷെ ഇടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുമ്മ പിടിച്ചാലാണ് ഈ സാധനം നിൽക്കുക. കാരണം 2000 അല്ലെങ്കിലും ഇപ്പൊ ഇവിടെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോ നമ്മൾ പൊന്തിച്ചിട്ടില്ല. എങ്ങനെ ചിലപ്പോ എടുത്തിട്ടും കൊമ്പോണ്ടേ ആളെ മാറ്റിയാണ് തോണ്ടിയാടും. ഇപ്പൊ ഞാനൊക്കെ അടുത്തേക്ക് ചിലപ്പോ പറയാൻ പറ്റൂല. അങ്ങനെ വിഷയിക്കാൻ പറ്റില്ല. കാരണം 2 കാർ അവിടെ ഒരു കാര്യം ഈ കയറും പിടിച്ചുകൊണ്ട് ഓടിയ സാധനം ഓടുവോ? ഓടൂല. അങ്ങനെ ഓടുക. ഇത് എങ്ങനെ ഓടണം? ഓടുമ്പോ നമ്മൾ 2 വെച്ച് കെട്ടണം. ആ സാധനം അതിനെന്താ പറയണേ? നഖം. നഖം. നഖം മുട്ടി. ഇത് 3 ഓട്ട മത്സരത്തിന് ഓടുന്ന കാളകളാണ്. ഈ കൂടിന് മറ്റു പശുക്കളെ അല്ലെങ്കിൽ കാളേനെ കെട്ടണ തൊഴുത്തിന്റെ പോലത്തെ കൂടുകൾ തന്നെയല്ല ഇതിന് ഉപയോഗിക്കുന്നത്. വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? പശുവിനാണെങ്കിൽ ഇപ്പൊ ഇതൊന്നും വേണ്ട. ഈ അറകളൊന്നും വേണ്ട. അറകൾ വേണ്ട. ഈ രണ്ടും തമ്മിലുള്ള തിരിച്ചു നിർത്തിയേക്കാണ്. ഇതെന്തിനാ തിരിച്ചു നിർത്തിയേക്കണം? എങ്ങനെ? ഇതുപോലെ ഇങ്ങനെ എപ്പോഴും കാണാൻ പാടില്ല. രണ്ടും ഒരുമിച്ച് കാണാൻ പാടില്ല. കണ്ടാലെന്താ കുഴപ്പം? കണ്ടെത്തുന്ന കാണുമ്പോഴേ ഒരു ഇതുണ്ടാവുള്ളൂ. ആ ഒരു പവർ കിട്ടുള്ളൂ. ഒരുമിച്ച് ശരിക്കും രണ്ടുപേരും ചേർക്കണത് പവർ കിട്ടൂല. ആ കണ്ടത്തിൽ ഇറക്കുമ്പോഴാണ് നിങ്ങള്. അല്ലാതെ ഇവർ ഒരുമിച്ച് നിർത്താറില്ല. അങ്ങനെ ഒരുമിച്ച് നിർത്തി ഇവർ കുത്തുകൂടുവോ? അങ്ങനൊന്നുമില്ല. കുത്തുകൂടും. പക്ഷെ കുത്തുകൂടിയില്ലെങ്കിലും അങ്ങനെ ഒരുമിച്ച് നിർത്താൻ പാടില്ല. പിന്നെന്താ ഈ കൂടുകൾക്ക് പ്രത്യേകത? ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടിന് കൊതുക് അടിക്കൂല. അതിന് ഫാൻ ഉണ്ട്, ലൈറ്റ് ഉണ്ട്. രാത്രിയൊക്കെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ രാത്രി ഇതിന്റെ മേളിലൊക്കെയാണ് ഇത് സൂക്ഷിച്ചേക്കണേ. അത് സൂക്ഷിക്കാൻ മാത്രല്ല, തണുപ്പ് കിട്ടാനാണ്. ഏതിന്? കന്നുകൾക്ക്. അപ്പൊ അതിന്റെ ചൂട് അങ്ങനെ ഏൽക്കൂല. അതാണ് ഈ ഓല കെട്ടിയേക്കുന്നത്. ഷീറ്റ് ഇടാത്ത അതാണ്. ഓല കെട്ടി മേഞ്ഞേക്കണത് ചൂടില്ലാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെന്താ പ്രത്യേകത ഉള്ളത്? ഈ മരമൊക്കെയാണല്ലോ വച്ച് കെട്ടിയേക്കണേ. നമുക്ക് ആംഗ്ലേർ ഇരുമ്പിന്റെ ആക്കാൻ പറ്റൂലേ? കെറ്റങ്ങളെ തൊലിയൊക്കെ മുറിയായി പോകും. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അടുത്തേക്ക് വരുമ്പോ ഇവനെ ദേഷ്യം കയറിട്ടുള്ളത്. വരാനേക്കൂല. ആളുകൾ അറിയാത്ത ആൾക്കാരെ വരാനേക്കൂല. അതെല്ലേ? നിങ്ങൾ പോയ കുഴപ്പമില്ല. അത് സൈലന്റ് ആണല്ലോ. അന്നില്ല, അവിടെ പോയി അപ്പൊ അതും അതിന്റെ സ്വഭാവം മാറില്ല. നിങ്ങളും അങ്ങനെ തന്നെയാണോ? അടുത്തേക്ക് വരുമ്പോ സ്വഭാവം മാറുമോ? ഇവനെന്താ ഇങ്ങനെ ഇരിക്കണേ? ഇവൻ അടുത്ത കൂട്ടുകാരനാണോ നാട്ടിൽ? അവന്റെ പേരെന്താ? അവന്റെ പേര് ഷഹബാസ്. ഷഹബാസ് അടുത്ത കൂട്ടുകാരനല്ലേ? 1ാം കൂട്ടുകാരനാവട്ടെ അവൻ. വീട്ടിൽ കുഴപ്പമില്ലോ. ഓല എപ്പം കാണണല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? ഇതിന്റെ മേളിലേക്ക് കയറുവൻ. ഇവിടെയാണ് തീറ്റ ഇട്ട് കൊടുക്കണത് അതല്ലേ? വൈക്കോലിന്റെ ഷെഡാണ് ഈ കാണുന്നത്. വൈക്കോല്. എത്ര മുടി ഒരു ദിവസം വേണ്ടി വരും ഇതിനൊക്കെ? ഒരു റോള് വേണ്ടി വരും. ഒരു ദിവസം ഒരു റോളാ? അല്ല, 3 കൂടി. 3 കൂടി. മത്സരത്തിന് നമ്മൾ പങ്കെടുപ്പിക്കുന്ന ഏകദേശം എന്ത് ചെലവ് വരും? ഏകദേശം കപ്പ് മത്സരത്തിന് നമ്മൾ പോകണേൽ 35,000-30,000 റുപ്യ ജോഡിക്ക് ചെലവ് വരും. 1 ഡേ? ഒരു ഡേ അത്ര ചെലവ് വരും. വണ്ടി വാടകയും പണിക്കാർ കൂലിയും. ഈ കന്ന് ഇങ്ങനെ നോക്കണ്ടേ, ഈ ജോലി പിടിക്കണേ 5 പണിക്കാർ വേണം. അവർക്കൊക്കെ ചെലവുണ്ട്. കാശ് ചെലവുണ്ട്. ആദ്യമേ ബുക്ക് ചെയ്യണം പണിക്കാരെ. ഇത് പിടിക്കാൻ ധൈര്യമുള്ള പണിക്കാർ വേണം. പിന്നെ ഇത് കൂടാതെ അവർക്ക് ഫുഡ് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ, വണ്ടി വാടകയും. പിന്നെ അവിടെ പൂട്ടണ പണിക്കോ. ഇതൊരു ക്ലബിന്റെ ഇതിലാണ് ഇറക്കുന്നത്? വീട്ടുകാരുടെ ഇതിലാണ്? ഒരു പ്രദേശത്തിന്റെ ഇതിലാണ്? ഇത് നമ്മളെ കുടുംബത്തിന്റെ പേരിൽ ഇറക്കും. അങ്ങനെയാണ് സാധാരണ. ക്ലബിന്റെ പേരിലും ഇറക്കും, പല പേരിലും ഇറക്കും. നിങ്ങൾ എന്തിന്റെ പേരിൽ ഇറക്കണേ? ചെറുക്കന്റെ പേരെന്താ? വന്നല്ലേ ചെറുക്ക? ഇവിടെ നിന്ന് വെള്ളം കുടിക്കാണ്. ഇവന്റെ പേരെന്താ? ഷഹബാസ്. ഷഹബാസിന്റെ കൂട്ടുകാരാണ് അല്ലേ? നിങ്ങൾ എക്സസൈസ് ചെയ്യണം, നടത്തിക്കണം. നീന്തിക്കണം എവിടെ കൊണ്ടുപോയതിന്? നീന്തിക്കോളും. ഈ നീന്തിക്കുന്നത് കൂടുതൽ ഇതിന് പവറാണല്ലേ? ശരീരം മേങ്ങാൻ. ശരീരത്തിന് നല്ലതാണ് നീന്തിക്കുന്നത് അല്ലെ? നമുക്കിപ്പോ കാലിനടിക്കും ഇവിടെയൊക്കെ തൊട്ടാ കുഴപ്പമില്ല അല്ലേ? അറിയാതെ വന്ന് തൊടുമ്പോഴുള്ള ഉരുള് കിടന്നത് ഉരുള്
ഇങ്ങോട്ട് നിന്ന ഞാൻ ഒന്ന് കളിപ്പിച്ചരാ